ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയെ കൊടുക്കാൻ വേണ്ടി തന്നെ ചന്ദ്ര ഭാമയോടെന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഭാമ അപ്പുറത്തെ കോളിലുണ്ട് താനും, പക്ഷേ ഭാമയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ ചന്ദ്ര എന്താ പറയുന്നതെന്ന് പോലും നമ്മുടെ ഭാമയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ചന്ദ്ര വീണ്ടും തുടരുകയാണ്. എന്താ ഭാമയെ പറഞ്ഞത്? രേവതി അവിടെ വന്നു, എന്നിട്ട് ആ ടെറസിൻ്റെ മുകളിൽ പോയി തുണിയെല്ലാം എടുത്ത് മടക്കി എടുത്ത് വെച്ചു എന്നോ? ആ സമയത്ത് അവൾ മോഷ്ടിച്ചതാവുമെന്നാണോ ഭാമി നീ പറയുന്നത് എന്നിങ്ങനെ ചന്ദ്ര ചോദിക്കാം. ഇത് കേട്ട രേവതി ഞെട്ടിപ്പോകണം. അമ്മേ എന്നും പറഞ്ഞിട്ട് വിളിക്കണം. അനാവശ്യം പറയരുത് കേട്ടോ അമ്മേ എന്നിങ്ങനെ പറയുകയാണ്. പറഞ്ഞപ്പോഴേക്ക് എന്താ അമ്മേ? അയ്യോ, ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. രേവതി തന്നെയാണ് മോഷ്ടിച്ചതെന്നോ? ഭാമി നീ എങ്ങനെ അങ്ങനെ പറയും? രേവതി അവിടെ വന്നെന്ന് വിചാരിച്ച് പണം മോഷ്ടിക്കാനൊക്കെ പോകുന്നുണ്ടോ ഭാമേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഭാമ എന്താ ചന്ദ്ര നീ എന്തൊക്കെയാ പറയുന്നത്? രേവതി പണം മോഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ എന്താ കിടന്ന് സംസാരിക്കുന്നത്? അയ്യോ, അവൾക്കെതിരെ കേസ് കൊടുക്കണമെന്നോ? അവളുടെ കയ്യിൽ നിന്ന് പണം വേണമെന്നോ? ഷോ, ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ ഭാമേ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ സച്ചിക്ക് കലി വരിക. അപ്പം സച്ചി അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് സച്ചി നേരെ ആ ഫോൺ അങ്ങോട്ട് വലിച്ച് പാറിച്ച് അങ്ങോട്ട് മേടിക്കുക. ഇങ്ങോട്ട് തന്നേ ഫോണെന്നും പറഞ്ഞുകൊണ്ട് മേടിക്കുകയാണ്. അപ്പം അപ്പുറത്തെ സൈഡിൽ ബാമാൻറ്റിനോട് ചോദിക്കണം. ബാമാൻറ്റി പറ ബാമാൻറ്റി, ഏതൊക്കെ അനാവശ്യം പറയുന്നത്? എൻ്റെ രേവതി പണം മോഷ്ടിക്കുന്നത് ആൻറ്റി കണ്ടായിരുന്നോ? ആൻറ്റി എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് അമ്മയോട്? പക്ഷേ ഭാമ അവിടെ ഒന്നും മിണ്ടുന്നില്ല. ഓ എൻ്റെ ദൈവം, ഈ ചന്ദ്രയെ കൊണ്ട് വല്ലാത്തൊരു മേടായി പോയല്ലോ. സച്ചിയോട് ഇപ്പോൾ ഞാൻ എന്താ പറയേണ്ടത് എന്ന് ചിന്തിക്കാം. അപ്പോൾ വീണ്ടും സച്ചി ചോദിക്കണം, ബാമാൻറ്റി ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. രേവതിയെ അത്രമാത്രം സ്നേഹമായിരുന്നല്ലോ. ബാമാൻറ്റിയുടെ നാവിൽ നിന്നും ഇങ്ങനൊരു കാര്യം വരുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. എൻ്റെ രേവതിയെ അങ്ങനെ മോഷ്ടിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല. അത് പിന്നെ സച്ചി വേണ്ട ബാമാൻറ്റി കൂടുതലൊന്നും പറയണ്ട. ബാമാൻറ്റിയെ ഉരുണ്ട് കളിക്കുകയാണല്ലേ? എന്താ പിന്നെ അമ്മ ബാമാൻറ്റിയെ കൊണ്ട് പറയിപ്പിച്ചതാണോ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അവൾ തന്നെയാണ് മോഷ്ടിച്ചത്. അങ്ങനെ ഫോൺ അവിടെ വയ്ക്കുക. അപ്പോൾ രവിയാണെങ്കിൽ ചന്ദ്ര നിർത്തി, ചന്ദ്ര നീ അനാവശ്യം പറയാൻ നിൽക്കരുത്. രേവതി മോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. രേവതി മോൾക്ക് അങ്ങനെ ചെയ്യാനും പറ്റില്ല. രവിയേട്ടാ, അങ്ങനെ എങ്ങനെ പറയാനായിട്ട് സാധിക്കും രവിയേട്ടാ? ഞാൻ ഇവളെ കുറ്റപ്പെടുത്തിയതൊന്നല്ല, ഭാമ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഭാമയുടെ പണം മോഷണം പോയെന്ന് അവൾ അവിടെ വന്നായിരുന്നു. അവളെ ബെഡ്റൂമിൽ കണ്ട് തുണിയെല്ലാം മടക്കി വെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ആ സമയത്ത് പെട്ടെന്നല്ലേ പണം കാണാതായത്. ഞാൻ ഇനി ഭാമയുടെ മുഖത്ത് എങ്ങനെ നോക്കും? അല്ലെങ്കിലും ഇവളുടെ കുടുംബം ഒരു കള്ള കുടുംബമല്ലേ, ഒരു മോഷ്ടാവിൻ്റെ കുടുംബമല്ലേ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയാണ്, അനാവശ്യം പറയാൻ നിൽക്കരുത് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാവരെയും ആ കണക്ക് കൂട്ടാലോ. കാരണം ഇവനൊരു കല്യാണപ്പന്തലിൽ വന്ന് ഒരു പെണ്ണിനെ പറ്റിച്ചിട്ട് 50 ലക്ഷം രൂപയും കൊണ്ട് കടന്നു കളഞ്ഞവനാണ് ഈ നിൽക്കുന്നവൻ. അപ്പോൾ ഇവനെ കള്ളാന്ന് വിളിക്കണ്ടേ? പിന്നെ രേവതിയുടെ സ്വർണം മുഴുവനും എങ്ങനെ ഗോൾഡ് കവറിങ് ആയി? നിങ്ങളും നിങ്ങളുടെ മോനും കൂടി ചെയ്ത പ്രവൃത്തിയല്ലേ ഇത് ആ ഗോൾഡ് കവറിങ് ആയത്? അപ്പം എന്താ നിങ്ങൾ കള്ളിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എടാ സച്ചി, നീ അനാവശ്യം പറയാൻ നിൽക്കരുത്. അതുപോലെയാണോ ഇത്? എടാ, ഞാനും ഭാമയോട്ടെ 10-30 വർഷത്തെ പഴക്കമുണ്ട്, ഫ്രണ്ട്ഷിപ്പുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ എങ്ങനെ ഭാമയുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഭാമയുടെ വീട്ടിൽ നിന്നാണ് പണം മോഷണം പോയിരിക്കുന്നത്. ഭാമ പറയുന്നത് രേവതിയാണ് എടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നാണക്കേട് മുഴുവനും എനിക്കല്ലേടാ? നീ ഒന്ന് ചിന്തിച്ച് നോക്കടാ എന്നൊക്കെ ഇങ്ങനെ പറയണം. ഒരു ചിന്തിക്കാനോ ഇല്ല. രേവതി മോഷ്ടിക്കില്ലെന്ന് ഭാമാൻറ്റിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇത് നിങ്ങൾ വരുത്തിക്കൂട്ടിയ പണിയാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഭാമ ആൻറ്റിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് അല്ലെങ്കിലും രേവതിയെ കണ്ണിന് നേരെ കണ്ടുകൂടാ. അതുകൊണ്ട് ഇങ്ങനെ എല്ലാം സംസാരിക്കുന്നത്. എൻ്റെ ദൈവമേ, ഭാമയുടെ പണം പോയല്ലോ. എങ്ങനെയും രേവതി, നീ ഭാമയുടെ പണം കൊണ്ട് തിരിച്ചു കൊടുത്തോളാം, അല്ല എൻ്റെ സ്വഭാവം മാറും. നീയും സച്ചിയും കൂടി വേണം ഭാമയുടെ പണം കൊണ്ട് കൊടുക്കാനായിട്ട് എന്ന് പറയാണ്. ഇത് കേട്ട രേവതിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല. രേവതിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നിട്ട്, ദൈവമേ, ഇതെന്തൊരു വിധിയാണ്. ഇവിടെ എന്ത് പ്രശ്നം നടന്നാലും അത് എൻ്റെ തലയിലാണല്ലോ വന്ന് വീഴുന്നത്. അതിന് മാത്രം എന്ത് തെറ്റ് ഞാൻ ചെയ്തു ദൈവമേ? ഇവരൊക്കെ എന്തിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. രേവതി ഇരുന്ന് കരയാ. അപ്പോൾ രേവതിയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ സച്ചി നേരെ രേവതിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. രേവതി, നീ കരയരുത് രേവതി, ഇവരെന്ത് വേണമെങ്കിലും പറയട്ടെ, നീ മോഷ്ടിക്കില്ലെന്ന് ഇവിടെ സകലർക്കും അറിയാം. അപ്പം സുധിയാണെങ്കിൽ പിന്നെ മോഷ്ടിക്കൂല, ഇവരുടെ കുടുംബം തന്നെ മോഷ്ടാവില്ല. എടാ നീ മിണ്ടല്ലേടാ,
ഓട്ടക്കാരാ, നീയല്ലേടാ 50 ലക്ഷം രൂപയും കൊണ്ട് കടന്നു കളഞ്ഞത്. അവൻ വീട്ടിലെ ഓരോ വക്രികളും കാണിച്ചു കൂട്ടും, എന്നിട്ട് അവന്റെ മേലെ ഒരു തെറ്റുമില്ല, മറ്റുള്ളവരാണ് തെറ്റുകാരൻ അല്ലേ? നീ മിണ്ടി പോകരുത്, നിന്റെ സ്വഭാവം ഞാൻ എന്നെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കരുത് എന്നൊക്കെ സച്ചി ഭയങ്കര രീതി പറയാ. അപ്പോഴേക്കും വർഷയാണെങ്കിൽ ചന്ദ്രയോട് പറയണേ, എന്തിനാണ് ആൻറ്റി രേവതി ചേച്ചിയെ ഇങ്ങനെ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? രേവതി ചേച്ചി മോഷ്ടിക്കില്ലെന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. അങ്ങനെ മോഷ്ടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും രേവതി ചേച്ചിക്കില്ല. പിന്നെ അപ്പൊ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടല്ലോ, ആന്റി ആയിരിക്കും ബാമാരിയുടെ പണം മോഷ്ടിച്ചത്. ഇത് കേട്ട് ചന്ദ്ര ഞെട്ടിപ്പോവാണ്. എന്താ വർഷേ, നീ എന്തൊക്കെയാ പറയുന്നത്? എന്താ ആന്റി, ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ആന്റിക്ക് പൊള്ളുന്നുണ്ടോ? അതേപോലെ തന്നെയല്ലേ മറ്റുള്ളവർക്കും. ആന്റി രേവതി ചേച്ചിയെ കുറ്റപ്പെടുത്തുമ്പോൾ രേവതി ചേച്ചിക്ക് എത്രമാത്രം വേദനിക്കുന്നുണ്ട്. രേവതി ചേച്ചിയുടെ സ്വഭാവം ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് രേവതി ചേച്ചി മോഷ്ടിച്ചിട്ടില്ല. ഇവിടെ സംശയങ്ങൾ മുഴുവനും ആന്റിയെ തന്നെയാണ് എന്നൊക്കെ പറയാണ്. രവിയേട്ടാ, ഇത് കണ്ടു രവിയേട്ടാ ഈ വർഷ പറയുന്നത് എന്ന് ചോദിക്കണം. വർഷ പറഞ്ഞതിൽ എന്താടി തെറ്റ്? നീ എന്ത് കാര്യത്തിലും രേവതി മോളെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി അത് വേണ്ട, ഞാൻ സമ്മതിക്കില്ല. രേവതി മോൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൾ അങ്ങനെ പണം മോഷ്ടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ ദൈവമേ, എൻ്റെ പണം എനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ. ആ ബാമയ്ക്ക് കൊണ്ടേ കൊടുക്കണം. ബാമയുടെ പണം മോഷണം പോയത് ഇപ്പോൾ ഈ കുടുംബത്തിൽ എല്ലാവർക്കും നാണക്കേടുണ്ടാക്കി വച്ചല്ലോ. എനിക്ക് 2 മരുമക്കളുണ്ട്, 2 പണക്കാരി മരുമക്കളാ. അവർക്ക് ആർക്കും ഇങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. ഓ, ഈ ദരിദ്രവാസി ഇവള് വന്ന് കയറിയപ്പോൾ മുതൽ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുകയാണല്ലോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് പറയാ. അപ്പോൾ ചന്ദ്രയുടെ ഒരു കുത്തുവാക്കുകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. രേവതി ഇരുന്ന് പൊത്തിങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി വന്നിട്ട്, രേവതി ഇവിടെ നിൽക്കണ്ട, നീ കരയരുത് രേവതി, ഇവരെന്ത് വേണമെങ്കിലും പറയട്ടെ, നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി തന്നെ ഉണ്ടായതാണ് ഇവര്. അതുകൊണ്ട് ഇവരെ നീ വിശ്വസിക്കരുത്, നീ ഇവരുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ട. നമുക്ക് പോകാം, നീ ഇങ്ങോട്ട് വന്നിട്ട് രേവതിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ വീണ്ടും ചന്ദ്ര ഇങ്ങനെ അടുത്ത് പറയണം, അയ്യോ ബാമയുടെ പണം ഞാൻ എങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടിരിക്കുമ്പോൾ രവിയാണെങ്കിൽ, ചന്ദ്രേ നീ നന്നാവില്ലല്ലേ, നിനക്ക് പ്രായമായല്ലേ ഇത്രയും, എന്നിട്ട് നീ നന്നാവില്ലേ? ഇനിയെങ്കിലും സ്വഭാവം നിന്റെ മാറ്റാൻ നോക്ക് ചന്ദ്രേ. നിന്റെ മരുമകളാണ് രേവതി, ആ രേവതിയാണ് നീ കള്ളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും മാറ്റാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് പിരിയാണ്. എല്ലാവർക്കും ഭയങ്കര സങ്കടം തോന്നി. ശ്രുതിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ രേവതി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഊഞ്ഞാലിങ്ങനെ ഇരിക്കുക. ആ സമയത്ത് നമ്മുടെ സച്ചി വരികയാണ്. രേവതി നീ ഇങ്ങനെ കരയല്ലേ, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ സച്ചിയേട്ടാ, എന്നാലും അങ്ങനെയല്ലല്ലോ സച്ചിയേട്ടാ, അമ്മ എന്ത് പറയുന്നത് ഞാൻ കേട്ടും സഹിച്ചും ഒക്കെ നിൽക്കുന്നില്ലേ, പക്ഷേ എന്നെ കള്ളിന്ന് വിളിക്കുന്നു സച്ചിയേട്ടാ. ഞാൻ പൂ വെക്കുന്ന പെണ്ണാണ്, പക്ഷേ ഞാൻ ആ പൂ വെക്കുമ്പോഴും 1 രൂപ പോലും ഞാൻ കൂടുതൽ ആരുടെയും കയ്യിൽ നിന്ന് മേടിക്കാറില്ല സച്ചിയേട്ടാ. സത്യസന്ധമായിട്ട് ജീവിച്ച് ഉണ്ടാക്കുന്ന പൈസ മാത്രമേ നമ്മളുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളെന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ മുന്നോട്ട് ജീവിക്കുന്നത് സച്ചിയേട്ടാ. സത്യസന്ധമായിട്ട് ജോലിയെടുത്ത് ഉണ്ടാക്കുന്ന പൈസ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, അല്ലാതെ വേറൊരു പൈസയും എൻ്റെ കയ്യിലില്ല സച്ചിയേട്ടാ. ഞാൻ മോഷ്ടിക്കില്ല. രേവതി, എനിക്ക് നിന്നെ മനസ്സിലാകും രേവതി, നീ ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസ പോലും ആഗ്രഹിക്കാത്തൊരു പെൺകുട്ടിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അമ്മയുടെ വായ അടക്കാനായിട്ട് പറ്റുമോ? പക്ഷെ സച്ചിയേട്ടാ, അതല്ല, ബാമാൻ്റി എന്തിനാ അങ്ങനെ പറഞ്ഞത്? ബാമ ആൻറ്റിക്ക് എന്നെ ഇഷ്ടമാണെന്നാണ് ഞാൻ കരുതിയത്. മാമ ആൻറ്റി എന്നോട് സ്നേഹത്തോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, പെരുമാറിയിട്ടുള്ളൂ, അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്തിന് ബാമാൻ്റി എന്നെ കുറ്റം പറഞ്ഞു? ബാമാൻ്റി എന്തിന് ഞാൻ മോഷ്ടിച്ചെന്ന് പറഞ്ഞു? അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു സച്ചിയേട്ടാ. കഴിഞ്ഞപ്പോഴേക്കും അതിലാണ് എനിക്കൊരു സംശയം തോന്നിയത് രേവതി. കാരണം ഇതിലെന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട്. കാരണം ബാമാൻ്റി അങ്ങനെ ഒരു കാര്യം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അമ്മ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ സ്വയം ഉണ്ടാക്കി പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ബാമാൻ്റി അവിടെ നിന്നൊന്നും സംസാരിക്കുന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. അവിടുന്ന് എന്താണ്, നമ്മൾ ഒരാളോടൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അതിനുള്ള റിപ്ലൈ കൊടുക്കുമല്ലോ, അതേപോലെയൊന്നും അല്ല അമ്മ പറഞ്ഞത്. ഇത് അമ്മ തന്നെ സംസാരിക്കുന്നു, അമ്മ തന്നെ ഉത്തരം പറയുന്നു, അമ്മ തന്നെ ചോദ്യം ചോദിക്കുന്നു. അങ്ങനെ രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. പിന്നെ അമ്മയുടെ കയ്യിൽ നിന്നും ഞാൻ ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചില്ലേ, അപ്പോൾ ബാമാൻ്റിയോട് സംസാരിച്ചിരുന്നല്ലോ. ബാമാൻ്റി ഇതിലൊരക്ഷരം പോലും എന്നോട് മിണ്ടിയിട്ടില്ല. ഒന്നും മിണ്ടാതെ ഒരവസ്ഥയിലാണ് ബാമാൻ്റി ഇരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഇരുന്നു? അപ്പോൾ ഇതിലെന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് അതിയായ സംശയമുണ്ട് രേവതി. ഇത് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് ശശി പറയാ. അങ്ങനെ നമ്മുടെ ശ്രുതിയെ കാണിക്കുകയാണ്.
അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് എൻ്റെ ദൈവമേ, ഓ ആൻറ്റിയുടെ പൈസയാണല്ലോ ആ 2 ലക്ഷം രൂപ, അത് പോയാൽ ആൻറ്റി ഇതിനെക്കുറിച്ച് അന്വേഷിക്കില്ല, അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിയുടെ പണമാണ്, അതെങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം വരുന്നത് കൊണ്ട് ആൻറ്റി ഇതിനെക്കുറിച്ച് അന്വേഷിക്കില്ലെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ ബാമാൻറ്റിയുടെ പണമാണെന്ന് മോഷണം പോയതെന്നും പറഞ്ഞുകൊണ്ട് ആൻറ്റി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ദൈവമേ, ഇനി ഈ പണത്തിൻ്റെ പേരിൽ ഇവർ കൊണ്ടേ വല്ല പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കോ? അങ്ങനെ ഇത് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ലാസ്റ്റ് എൻ്റെ നേരെ തന്നെ തിരിയോ? ദൈവമേ, ആകെ പ്രശ്നമായല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതി അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ശ്രുതിയോട് പറയാണ്, എന്നാലും ആ പണം ആരായിരിക്കും ശ്രുതി മോഷ്ടിച്ചിട്ടുണ്ടാവുക? ഒരു സംശയമുണ്ട്, രേവതി അവള് തന്നെയായിരിക്കും മോഷ്ടിച്ചിട്ടുണ്ടാവുക, അവളല്ലാതെ ആര് മോഷ്ടിക്കാനായിട്ട്? നമുക്കേ അമ്മയോടും ആൻറ്റിയോടും പറഞ്ഞാലോ, പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്താലോ എന്ന്. അപ്പം പിന്നെ എല്ലാം ഓക്കെ ആവുമല്ലോ. ഇത് കേട്ട ശ്രുതി ആകെ പേടിച്ചു പോവുകയാണ്. നമ്മളെന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് അവരോട് പറയുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല, വെറുതെ അതും ഇതും ഓരോ പറഞ്ഞു കൂട്ടാനുണ്ട്. എന്താ ശ്രുതി, നിനക്ക് എന്താ ഒരു ടെൻഷൻ? ഓ, തലക ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് വരരുതട്ടോ ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ്. ചേട്ടാ, ഇവൾക്ക് എന്താണ് ഇത്ര സംശയം, അല്ല ടെൻഷൻ എന്നൊക്കെ ഇങ്ങനെ പറയാ. അങ്ങനെ നമ്മുടെ ഭാമയെ കാണിക്കുകയാണ്. അപ്പോൾ ഭാമ പച്ചക്കറി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സച്ചി ഭാമയുടെ അടുത്തേക്ക് കയറി ചെല്ലുന്നത്. ഭാമ സച്ചിയെ കണ്ടപ്പോൾ തന്നെ ഭാമയ്ക്കൊരു പേടി ടെൻഷനൊക്കെ തോന്നി. തല താഴത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് എന്താ ഭാമാൻറ്റിക്ക് എന്താ എന്നെ കണ്ടപ്പോൾ ഒരു ടെൻഷൻ പോലെ? എനിക്കൊരു ടെൻഷനും ഇല്ല. അല്ല, മോൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നല്ലോ, പെട്ടെന്ന് പറയാതെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ എന്താന്ന് വിചാരിച്ചതേ ഉള്ളൂ. എന്ത് ചെയ്യാനാണ് ഭാമാൻറ്റിക്ക് രേവതിയോട് എന്തിനാ ഭാമാൻറ്റി ഇത്ര കലി? അവൾ പണം മോഷ്ടിക്കുമെന്ന് ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ? അവളെ അത്രമാത്രം ഇഷ്ടമല്ലേ ആൻറ്റിക്ക്? അങ്ങനൊരു പെൺകുട്ടിയാണോ രേവതി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ അമ്മ എന്തെല്ലാം ചീത്തയാണ് രേവതിയെ പറഞ്ഞതെന്ന് അറിയാവോ? ഞാൻ ആൻറ്റിയെ കുഞ്ഞിലെ മുതൽ കാണുന്നതല്ലേ, എനിക്ക് ആൻറ്റിയുടെ സ്വഭാവം അറിയാം. ആൻറ്റി ആരെയും മനസ്സുകൊണ്ട് ദ്രോഹിക്കാത്തത് ഒരാളാണെന്ന് എനിക്കറിയാം ആൻറ്റി. പിന്നെ എന്തുകൊണ്ട് ആൻറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഭാമ ഒന്നും മിണ്ടുന്നില്ല. പാവൻ രേവതി അവളാകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. കരഞ്ഞ് ആകെ വല്ലാത്തൊരു വഴിയായി. അവളല്ല പണം മോഷ്ടിച്ചെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഭാമാൻറ്റി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് രേവതി ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ സച്ചി അവിടെ ഇറക്കുകയാണ് ഭാമയെ കൊണ്ട് സത്യം പറയിപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.